അത് മൈൻഡ് മാനേജ്മെന്റ് ആണ്. മനസ്സിന്റെ നിയന്ത്രണം. മനസ്സ് കടലോളം പരന്നു കിടക്കുന്ന, ആർക്കും ഒരു പിടിയും കൊടുക്കാത്ത വലിയ പ്രഹേളിക. നമ്മുടെ പാട്ടിലൊക്കെ വർണ്ണിക്കുന്നത് പോലെ വലിയൊരു മാന്ത്രിക കുതിര, 14 ലോകങ്ങളിലേക്കും നമ്മെ കൊണ്ടുപോകുന്ന അത്ഭുത പ്രതിഭാസം. മനസ്സിന്റെ താളമൊന്ന് പിഴച്ചാൽ, സ്മരണകളുടെ ഓളങ്ങൾ നിശ്ചലമായാൽ, നമുക്കൊക്കെ സങ്കല്പിക്കുന്നതിലും വലിയൊരു ലോകമാണത്. ആ മെരുങ്ങാത്ത കുതിരയെയാണ് നാം നിയന്ത്രിക്കേണ്ടത്. നമ്മുടെ ചിന്തകളും വീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളും ഓർമ്മകളും വികാരങ്ങളും ഭാവനകളും ഒക്കെ മനസ്സിന്റെ സൃഷ്ടികളാണ്. ബ്രെയിനിലെ ദശലക്ഷക്കണക്കിനുള്ള നാഡീയ ബന്ധങ്ങൾ, അവയിലൂടെ സംപ്രേഷണം ചെയ്യപ്പെടുന്ന എണ്ണിയാൽ തീരാത്ത ചിന്തകളുടെ, വികാരങ്ങളുടെ, സന്ദേശങ്ങളുടെ, ഓർമ്മകളുടെ ആകെ കേന്ദ്രമാണ് മനസ്സ്. മസ്തിഷ്കത്തിന്റെ ഒരു പ്രത്യേക ഭാഗമാണല്ലോ മനസ്സിന്റെ ദൗത്യങ്ങൾ ഏകോപിപ്പിക്കുന്നത്. മനസ്സെന്ന ഈ ബ്രഹ്മാണ്ഡ ശക്തിയെയാണ് നാം നിയന്ത്രിക്കേണ്ടത്. പ്രതിഭാധനനായ ഒരു ഡ്രൈവർക്ക് ഈ പണിയൊക്കെ വരുമോ? നാം കഴിവുള്ള ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ, ഇഫ് യു ആർ നോട്ട് കൺട്രോളിംഗ് ദ മൈൻഡ് വിൽ കൺട്രോൾ യു. കുതിരപ്പുറത്തിരുന്ന് യാത്ര ചെയ്യുന്ന കാര്യമൊക്കെ നമുക്കറിയാം. പക്ഷെ കുതിര നമ്മുടെ പുറത്തിരുന്ന് യാത്ര ചെയ്യുന്ന കാര്യമോ? മനനിയന്ത്രണം ഇല്ലാത്തവരുടെ പുറത്തിരുന്നാണ് മനസ്സാകുന്ന കുതിര യാത്ര ചെയ്യുന്നത്. മനസ്സ് നമ്മെ നിയന്ത്രിക്കുന്ന അവസ്ഥ. കാലബോധമില്ലാത്ത കുതിര അതിന് ഇഷ്ടമുള്ള മേഖലകളിലേക്ക് നമ്മെ കൊണ്ടുപോകും. വ്യാമോഹങ്ങൾ സൃഷ്ടിക്കും. ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് തോന്നിപ്പിക്കും, വിശ്വസിപ്പിക്കും, ഭ്രമാത്മകത സൃഷ്ടിക്കും. വിഭ്രാന്തിയുടെ തീരങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഇല്ലാത്ത ലോകങ്ങൾ, ശബ്ദങ്ങൾ, രൂപങ്ങൾ ഉണ്ടാക്കും. അദൃശ്യ രൂപികളെ കാട്ടിത്തരും. ഇതൊക്കെ ചെയ്യാൻ കഴിവുള്ള ഈ മാന്ത്രിക കുതിരയെയാണ് നാം മെരുക്കിയെടുത്ത് നമ്മുടെ ജീവിതത്തിന്റെ വിശ്വസ്തനായ ദാസനാക്കേണ്ടത്. നിയന്ത്രണ വിധേയമായ ഒരു മനസ്സ് അത്ഭുതങ്ങൾ തന്നെ സൃഷ്ടിക്കും. നമ്മുടെ കഴിവുകളുടെ, ചിന്തകളുടെ, ശക്തികളുടെ, സിദ്ധികളുടെ മൂർത്ത രൂപങ്ങൾ തന്നെ അത് കടഞ്ഞെടുക്കും. ഈ മനസ്സാണ് നമ്മുടെ ശക്തി കേന്ദ്രം. ഇതാണ് ചൈതന്യ പ്രഭാവ കേന്ദ്രം. ഈ തങ്കക്കുടത്തെയാണ് നാം പൊന്നുപോലെ കാത്തു സൂക്ഷിക്കേണ്ടത്. മനസ്സിന്റെ ഈ സാക്ഷ്യത്തെയാണ് നാം കരുതേണ്ടത്. മനസ്സിന്റെ മൃദുല സ്വരങ്ങളാണ് നമ്മെ ഉണർത്തേണ്ടത്. നമ്മെ വിളിച്ചുണർത്തുന്ന, അപകടത്തിൽ നിന്നും കാക്കുന്ന മനസ്സിന്റെ നേരിയ മൃദുവായ സ്വരം. ആ സ്വരത്തിനാണ് നാം കാതോർക്കേണ്ടത്. അവിടെ നന്മയുടെ, സഹോദര്യത്തിന്റെ, ഒരുമയുടെ, ക്രിയാത്മക ശക്തിയുടെ, ഏകോപനത്തിന്റെ, ധൈര്യത്തിന്റെ, ആർദ്രതയുടെ അറകളുണ്ട്. അവിടെ തന്നെ അപകർഷതാബോധത്തിന്റെ, പ്രതികാരത്തിന്റെ, ആക്രമണോത്സുകതയുടെ, വിഭജനത്തിന്റെ, വഞ്ചനയുടെ, നന്ദിരാഹിത്യത്തിന്റെ, ക്രൂരതയുടെ അറകളുമുണ്ട്.